إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി മരണം നമ്മെ പിടികൂടുന്നതിന് മുമ്പ് അവന്റെ ദീനിനോട് കൂറുള്ളവരായി മതനിർദ്ദേശങ്ങൾക്ക് പ്രാധാന്യം നൽകി മുസ്ലിങ്ങളും മുവഹിദുകളുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ പുതിയ കലണ്ടർ തൂങ്ങിയ ഒരു സന്ദർഭമാണ്. നമ്മൾ എഴുതുന്ന വർഷക്കണക്കിൽ പുതുതായി ഒന്ന് ചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്റെ വയസ്സ് ഒന്ന് കൂടുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്ന ബോധ്യം. അതിലേറെ നാം ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടത് പണം കൊടുത്തും അല്ലാതെയും നമ്മുടെ വീടുകളിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറുകളിൽ ഒരു ചതുരക്കള്ളിയിൽ നമ്മളുടെ മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞായർ മുതൽ തൊട്ടടുത്ത് ദിവസങ്ങളിലായി അക്കങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 30-31 ദിവസങ്ങൾ. അതിലെ ഓരോ കള്ളിയിലും ഓരോ തരത്തിലുള്ള പ്രത്യേകതകൾ എഴുതുകയും എഴുതാതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ ചതുരക്കള്ളിയിലെ ഒരു കള്ളിയിൽ എന്റെയും നിങ്ങളുടെയും മരണത്തീയതി നമ്മെ പരിപാലിക്കുന്ന സൃഷ്ടാവായ പടച്ചതമ്പുരാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയുസ്സിന്റെ ദൈർഘ്യം അനുസരിച്ചുകൊണ്ട് ഒരു മാസത്തിൽ നിന്ന് ഒരു ദിവസത്തിൽ നിന്ന് മറ്റൊരു ദിവസത്തിലേക്ക് നമ്മുടെ കലണ്ടർ മറിയും എന്നു മാത്രമേയുള്ളൂ. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത് എന്ന് പറയുന്നത് അവൻ അല്ലാഹു നിശ്ചയിച്ചു നൽകിയിട്ടുള്ള സമയമാണ്. ജനനം മുതൽ മരണമാസന്നമാകുന്നതുവരെയാണ് ഒരു സത്യവിശ്വാസിയുടെ സമയത്തെ പരിഗണിക്കുന്നത്. ജനനം മുതൽ മരണം വരെയല്ല, മരണമാസന്നമാകുന്നതുവരെയാണ്. ഞാൻ മരിക്കാനായിട്ടുണ്ട് എന്ന ബോധ്യം ഒരാളിൽ വരികയും മരണലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യുന്നതോടെ അവനും പരലോകവും തമ്മിലുള്ള ബന്ധം ആരംഭിച്ചു കഴിഞ്ഞു.
ഫിർഔൻ അവന്റെ ജീവിതത്തിന്റെ അവസാന കാലത്താണ് ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ വിശ്വാസിയാകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ ശ്രമത്തെ ഒരു പാഴ്വാക്ക് മാത്രമായിട്ടാണ് അല്ലാഹു പരിഗണിച്ചത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ സമയം നമുക്ക് പറയുന്നത് പോലെ പെട്ടെന്ന് തീർന്നു പോകും. അന്ത്യനാളിന്റെ അടുക്കലിനനുസരിച്ച് ഇത് സംഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. ഒരു വേള ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ ഈ ഭാഗവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബ അസ്സമാൻ. ഒരിക്കലും അന്ത്യനാൾ സംഭവിക്കുകയില്ല, സമയം അടുത്തടുത്ത് വരുന്നതുവരെ. ദീർഘമായ ഹദീസിന്റെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഒരു വർഷം ഒരു മാസമായും ഒരു മാസം ഒരു ജുമഅയുടെ പരിധി അഥവാ ഒരാഴ്ചയായും ഒരാഴ്ച ഒരു ദിവസമായും ഒരു ദിവസം ഒരു മണിക്കൂറായും ഒരു മണിക്കൂറെന്ന് അവന്റെ ശ്വാസോച്ഛ്വാസമായും മാറുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. നാം തൂക്കിയിട്ട കലണ്ടറിൽ ഒരു പേജ് മറിയുന്നതോടുകൂടി റമളാൻ നമ്മളിലേക്ക് കടന്നുവരും. ഇന്നലെ മിനിഞ്ഞാന്ന് റമളാനിൽ നോമ്പനുഷ്ഠിച്ച് നമസ്കരിച്ച് തിരിച്ചുപോയ പ്രതീതിയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സുകളിൽ ഇപ്പോഴുമുള്ളത്. അത്രമേൽ വേഗതയിലാണ് സമയം നമ്മളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യാസ്തമനങ്ങൾക്കിടയിൽ 24 മണിക്കൂർ എന്നത് കേവലം വാച്ചുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചില സമയ സൂചകങ്ങൾ മാത്രമാണെങ്കിലും ജീവിതത്തിൽ അതനുഭവപ്പെടാൻ കഴിയുന്നത് വളരെ കുറച്ചു മാത്രമാണ്. ഇത്തരമൊരു ഘട്ടത്തിലാണ് തന്റെ സമയത്തിന്റെ അമൂല്യതയെക്കുറിച്ച് തിരിച്ചുപിടിക്കാൻ കഴിയാത്ത ഏറ്റവും അനുഗ്രഹീതമായ ഒരു റഹ്മത്തിനെക്കുറിച്ച് സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപന പ്രകാരം എപ്പോഴാണ് സമയത്തെക്കുറിച്ചുള്ള ബോധ്യം ഒരു മനുഷ്യന് ശരിയായി വരുന്നത് എന്നതിന്റെ ഉത്തരം 2 സന്ദർഭമാണ്. ഒന്ന്, അവൻ മരിക്കുകയാണ് എന്നവന് ബോധ്യപ്പെടുന്നൊരു ഘട്ടത്തിലാണ്. രണ്ടാമത്തേത്, പരലോകത്തിലെ വിചാരണയിൽ സ്വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി നരകത്തിലേക്ക് അവൻ പോകുന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. ഈ 2 ഘട്ടത്തിലല്ലാതെ ആത്മാർത്ഥമായി സമയത്തെക്കുറിച്ച് മനുഷ്യന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. എത്രമേൽ അവന്റെ മുമ്പിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കടന്നുവന്നാലും യഖ്തറബ ലിന്നാസി ഹിസാബുഹും ഫഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ. മനുഷ്യന് അവന്റെ അവധി അവനിലേക്ക് അടുത്തടുത്ത് വന്നിട്ടുണ്ട് എന്നവന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും അവൻ അശ്രദ്ധയിലായിരിക്കും. അവൻ അതിനെ സംബന്ധിച്ചുള്ള ബോധ്യമുണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് വഹും യസ്തരീഹൂന ഫീഹാ റബ്ബന അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. നരകത്തിലേക്ക് അവന്റെ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ അട്ടഹാസത്തോടുകൂടി അവന്റെ പര്യവസാനത്തെക്കുറിച്ച് അവന് ബോധ്യം വരുന്നൊരു സന്ദർഭത്തിൽ പടച്ചതമ്പുരാനോട് അവൻ പറയും, അല്ലാഹുവേ, എന്നെ ഈ വിപത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം. ഞാൻ സൽക്കർമ്മിയായി ജീവിച്ചുകൊള്ളാം. എന്താണോ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അത് ഞാൻ പൂർത്തീകരിക്കാം. എങ്ങനെയാണോ സ്വർഗപ്രവേശനം ലഭ്യമാകേണ്ടത് അതിനുള്ള വഴികൾ ഞാൻ തേടുകയും ചെയ്യാം. ഖുർആൻ 2 ഉത്തരമാണ് 2 വചനങ്ങളിൽ ഇതിന് കൊടുക്കുന്നത്. ഒന്ന്, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അത് ഒരു വാക്കു മാത്രമാണ്. അവന്റെ പൂതി അവൻ പറയുന്നു എന്നത് മാത്രമേ അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നത്, സൂറത്തു ഫാത്തിറിൽ രേഖപ്പെടുത്തിയത്,
അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അവലം നുഅമ്മിറുകും, നിനക്കു ഞാൻ ആയുസ് നൽകിയിട്ടില്ലായിരുന്നുവോ? നിനക്ക് ഞാൻ വയസ്സ് നിർണയിച്ച് നൽകിയിട്ടില്ലായിരുന്നുവോ? എന്തൊക്കെയാണ് നീ ആലോചിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബോധ്യം വരുന്ന തരത്തിൽ, ഓർമ്മിക്കാവുന്ന തരത്തിൽ നിനക്ക് ഞാൻ ആയുസ് നൽകിയിട്ടുണ്ട്. നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ നമ്മളുടെ വയസ്സിനെ കുറിച്ച് ആലോചിക്കണം. ആ വയസ്സ് നമ്മൾ എത്രമേൽ കൂട്ടി നോക്കിയാലും ശരി, അതൊരിക്കലും ഇന്ന സ്ഥലത്ത് അവസാനിക്കണമെന്ന് നമുക്കാർക്കും ആഗ്രഹമില്ല. കോടികളും അതിനപ്പുറമുള്ള സംഖ്യയും കൊടുത്ത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കലിന് ആവശ്യമായ മാർഗങ്ങൾ മനുഷ്യൻ തേടുന്നത് അവന് ഈ ഭൂമിയിൽ ജീവിക്കണം എന്നാഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ഈ ഭൂമിയിൽ ഒരു മിനിറ്റെങ്കിലും ബാക്കിയാകണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. അങ്ങനെ ബാക്കിയായാലോ പിന്നെയും അവൻ പഴയതുപടി തന്നെയാണ് ജീവിക്കുന്നത്. അവന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് മടങ്ങി വരണമെന്ന് കരുതിയിട്ട് ആളുകൾ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ സാഫല്യമായി എന്റെയും നിങ്ങളുടെയും ആയുസ്, മരണം എനിക്ക് സംഭവിച്ചില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോ ഞാനും നിങ്ങളും പഴയതിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതം നയിക്കുന്നവരാണോ എന്ന് ആലോചിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മനുഷ്യരായ ആളുകൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, മരിക്കുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഏതായിരുന്നാലും ഒന്ന് മരിച്ചു ജീവിച്ചതാണ്, നന്നായി കളയാം എന്ന് വിചാരിക്കുന്ന വിചാരം വളരെ പരിമിതമാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെയൊക്കെ ചങ്കിൽ തറക്കുന്ന ഒരു വാക്കായിട്ടാണ് പറഞ്ഞത്, അവലം നുഅമ്മിറുകും. അവലം നുഅമ്മിറുകും, നിനക്കു ഞാൻ ആയുസ് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ എന്നത്. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അമൽ സ്വാലിഹാത്തുകളെ കുറിച്ച് സ്വയം വിചാരണ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മരണത്തിന്റെ സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എപ്പോഴാണെന്നറിയാതെ ജീവിക്കുകയും ചെയ്യുമ്പോ ലഭ്യമായ സമയത്തെ വഴിയിൽ, നല്ല വഴിയിൽ വിനിയോഗിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ബാധ്യതയായി കടന്നുവരുന്നത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്? ഈ ദുനിയാവിൽ എത്രയാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത്? ഖാല കം ലബിസ്തും ഫിൽ അർദ് അദദ സിനീൻ, കുറേ വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും വയസ്സ് കൂട്ടിയാൽ നമ്മൾ കുറെ കാലം ഇവിടെ ജീവിച്ചതായി നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ തോന്നുന്ന ഘട്ടത്തിൽ അതേ മനുഷ്യൻ തന്നെ ആവർത്തിച്ചു പറയുന്നത്, ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഒന്നുകിൽ ഒരു ദിവസം, അതല്ലെങ്കിൽ ദിവസത്തിൽ നിന്ന് ചെറിയ ഒരു ഭാഗം. കം ലബിസ്തും ഇല്ലാ കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂ ഇല്ലാ ഗശിയതൻ ഔ ദുഹാഹാ. പരലോകനാളിൽ അവനവന്റെ ജീവിതത്തെ നേർക്കുനേരെ കാണുന്നൊരു ഘട്ടത്തിൽ അവൻ പറയുന്നത്, ഒരു രാവോ ഒരു വൈകുന്നേരമോ മാത്രമാണ് ഞാൻ ഇവിടെ ജീവിച്ചിട്ടുള്ളത് എന്നതാണ്. വയൗമ യഹ്ശുറുഹും കഅല്ലം യൽബസൂ ഇല്ലാ സഅതൻ മിനൻ നഹാർ, ഭൂമിയിൽ നിന്ന്, പകലിൽ നിന്ന് അല്പം ചില മണിക്കൂറുകൾ മാത്രമാണ് ഞാനിവിടെ ജീവിച്ചിട്ടുള്ളത് എന്ന് മനുഷ്യൻ പറയും. നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതാണ്. പരലോകത്തിലെ എത്രയാണ് ദുനിയാവുള്ളത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള പരാമർശമാണ് അല്പം ചില സന്ദർഭം മാത്രമാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത് എന്നത്. എണ്ണിയെടുക്കാവുന്ന ചില ശ്വാസങ്ങൾ മാത്രമുള്ള സമയമാണ് ഈ ദുനിയാവിൽ മനുഷ്യനുള്ളത് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കലംഹിൽ ബസർ, കലംഹിൽ ബസർ, തന്റെ കണ്ണ് ഇമചിമ്മി തുറക്കുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിലുള്ളത് എന്നത്. ആ ദുനിയാവിന്റെ നിസ്സാരത ഒരു മനുഷ്യന് പരലോകവുമായി ബന്ധപ്പെടുത്തി ബോധ്യപ്പെടുമ്പോൾ മാത്രമേ പടച്ചവൻ എനിക്ക് നൽകിയിട്ടുള്ള ആയുസ്സിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരികയുള്ളൂ, എനിക്ക് ബോധ്യമുണ്ടാവുകയുള്ളൂ. ഈ ദുനിയാവിൽ മനുഷ്യനൊരിക്കലും തന്നെ തിരിച്ചുപിടിക്കാൻ പണം കൊടുത്താലും വാങ്ങാൻ കഴിയാത്തതുമായ അമൂല്യമായ നിധിയാണ് സമയം എന്ന് പറയുന്നത്. ആ സമയത്തിൽ അവൻ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളിൽ അവൻ അത് നിർവഹിക്കാതെ വരുമ്പോ
അവസാന ഘട്ടത്തിൽ അവന്റെ ജീവിതത്തിന്റെ അവസാനം സംഭവിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ അവൻ പടച്ചതമ്പുരാനോട് പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ചതമ്പുരാനെ, ഒരു ദിവസം എന്നെ ഒന്ന് ബാക്കിയാക്കിയെങ്കിൽ എന്നല്ല, ഒരു മണിക്കൂർ എന്നെ ഒന്ന് ബാക്കിയാക്കിയെങ്കിൽ എന്നതല്ല, ഇലാ അജലിൻ ഖരീബ്, അല്പമൊരു അവധി വരെ പടച്ചവനെ എന്നെയൊന്ന് മാറ്റിവെച്ചാൽ ഞാൻ ഏറ്റവും നല്ലവനായി ജീവിക്കാം. ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, സത്യസന്ധനായി ഞാൻ ജീവിക്കാം, അതേപോലെ തന്നെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുന്ന വ്യക്തിയായി ഞാൻ മാറുകയും ചെയ്യാം. ഖുർആൻ അവിടെ ഉപയോഗിച്ചത് അജൽ എന്നതാണ്. ചെറിയ ഒരു അവധി എന്നെയൊന്ന് മാറ്റിത്തന്നാൽ മതി എന്നത്. 10 വർഷം കഠിന തടവിന് വിധിച്ചിട്ടുള്ള ഒരു സഹോദരന് അത് 5 വർഷമായി ചുരുക്കുകയോ അല്ലെങ്കിൽ 10ൽ നിന്ന് ചെറുതായെന്ന് കുറക്കുകയോ ചെയ്താൽ ലഭിക്കുന്നൊരു ആശ്വാസമുണ്ടല്ലോ, ആ ആശ്വാസം അവന് ഇനിയും ദൂരമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ പ്രയാസത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, മനസ്സിൽ വിചാരിക്കുന്ന അയാൾക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസമാണ് അത്. കുറെ സമയമായി അവന് തോന്നിയേക്കാം, പരലോകമെന്ന് പറയുന്ന കഠിനമായ ജീവിതത്തിൽ നിന്ന് ഇനി മറ്റൊരു മാർഗവും തിരിച്ചു വരാനില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഒന്ന് കണ്ണ് ചിമ്മുന്ന നേരത്തേക്ക് എന്നെയൊന്ന് മാറ്റിത്തരണം എന്ന് മനുഷ്യൻ പറയുന്നത്. അവൻ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ അവന്റെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ച് അവൻ ഓർമ്മ വരും. ആധുനിക ശാസ്ത്രം ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണം നേർക്ക് നേരെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഒരു സംഘടന പോലും ലോകത്തുണ്ട് എന്നത് ഒരുപക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർക്ക് വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകളിൽ വളരെ കൃത്യമായി അവരുടെ അനുഭവങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫ് പ്രിവ്യൂ എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ മനുഷ്യനിലേക്ക് കടന്നുവരുന്ന പ്രധാനപ്പെട്ട ഒരു വൈകാരികതയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലുകളിലോ മരണാസന്നമായി കിടക്കുന്ന ഘട്ടത്തിലോ തൊട്ടടുത്ത സുഹൃത്ത്, ബന്ധുക്കളിൽപ്പെട്ട ഒരാള് അടുത്തു ചെന്നിട്ട് അവന്റെ ശരീരത്തിൽ ഇങ്ങനെ തടവുകയോ സാരമില്ലെന്ന് പറയുകയോ ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും പറയുന്നത്, മരിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല, എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എന്റെ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എന്നത്. മക്കളെക്കുറിച്ച് അയാൾ എന്തിനാ ആലോചിക്കണേ? മക്കളെക്കുറിച്ച് അയാൾ എന്തിനാണ് ആലോചിക്കുന്നത്? മക്കളെ നന്നാക്കുക എന്ന ബാധ്യത അയാൾ നേരത്തെ നിർവഹിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. എന്നു മാത്രമല്ല, ആ മക്കളെ ദീൻ പഠിപ്പിക്കുകയും മതബോധമുള്ളവരാക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് മക്കളുടെ വരും വരായികകളെക്കുറിച്ചുള്ള ആശങ്കയ്ക്കപ്പുറത്ത് അവന്റെ ജീവിതത്തിന്റെ ആശങ്കയാണ് അവനെ മുന്നോട്ട് നയിക്കേണ്ടത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ദീർഘമായൊരു ഹദീസിൽ കാണാം, പരലോകത്തൊരു മനുഷ്യനെ ഹാജരാക്കുന്നു. ആ ഹാജരാക്കുന്ന സമയത്ത് പരലോകത്ത് ഒരു വ്യക്തി ശിക്ഷാർഹനായി പരിഗണിക്കുകയും നരകത്തിലേക്ക് അവനെ തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ആ നരകത്തിൽ അവൻ പ്രവേശിക്കുമ്പോ 3000 വർഷമാണ് നരകാഗ്നി അവന്റെ ശരീരത്തിൽ ജ്വലിക്കുക എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂഖിദു അലന്നാർ അൽഫ സനത്തിൻ ഹത്ത ബിയല്ലത് സുമ്മ ഊഖിദു അലൈഹാ അൽഫ സനത്തിൻ ഹത്ത അഹ്മറത് സുമ്മ ഊഖിദു അലൈഹാ അൽഫ സനത്തിൻ ഹത്ത സ്വദത് വഹിയ സൗദാഉൻ മുദ്ലിമ. പരലോകത്ത് ഒരു മനുഷ്യന് 3000 വർഷത്തെ ജ്വലനം പൂർത്തിയാകുമ്പോഴാണ് ഒരു തെറ്റിന്റെ ഡ്യൂറേഷൻ തീരുന്നത് എന്നതാണ് അതിന്റെ അർത്ഥം. നമ്മൾ നമ്മുടെ ചെവിക്കൊന്ന് പിടിച്ചാൽ ഒരു വേദന ഉണ്ടാവുമല്ലോ, കയ്യിലൊന്ന് അടിച്ചാൽ ഒരു വേദന ഉണ്ടാവുമല്ലോ. ആ വേദനയുടെ ഡ്യൂറേഷൻ എത്രയാണ്? 1-2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ്. അതാണ് വേദനയുടെ ഡ്യൂറേഷൻ. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പരലോകത്തിൽ ഒരു മനുഷ്യന്റെ ശിക്ഷയുടെ വ്യാപ്തി, അതിന്റെ ആവർത്തി എത്രയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. 3000 വർഷത്തെ ജ്വലനം പൂർത്തിയാകണം മനുഷ്യന്റെ ശരീരത്തിൽ എന്നത്. 3000 വർഷം. ആദ്യത്തെ 1000 വർഷം ജ്വലിക്കുന്ന സമയത്ത് ഹത്തബിയല്ലത്, അവന്റെ ശരീരം വെളുത്തുപോകും. പിന്നീട് 1000 വർഷം ജ്വലിക്കും. ഹത്തഹ്മറത്, ശരിയായ വഴിയിലല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ അനുഭവിക്കാനുള്ള കഠിനകഠോരമായ ശിക്ഷയുടെ അളവാണിത്. റസൂലുള്ള വിശദീകരിച്ചതാണ്. തല താഴ്ത്തിയിട്ട് കിടന്നുറങ്ങുന്ന ഞാനടക്കമുള്ള മനുഷ്യരെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അവലം നുഅമ്മിറുകും ലാ തദക്കർ, ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ ആയുസ് നിനക്ക് നൽകിയിട്ട് ദുനിയാവിന്റെ പെടാപ്പാടുകളിൽ ഓടി നടക്കുമ്പോ
എന്നെക്കുറിച്ചൊരു ഓർമ്മ നിനക്കുണ്ടാകേണ്ടതില്ലേ? ഓരോന്നോരോന്നായി കൈവഴികളിലൂടെ നിനക്ക് ഞാൻ വേർതിരിച്ചു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പരലോകത്തിലെ നരകശിക്ഷയിൽ നിനക്ക് അനുഭവിക്കാനുള്ള കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, റസൂലുള്ളാഹി വിശദീകരിച്ചു, 1000 വർഷത്തെ ജ്വലനം പൂർത്തീകരിച്ച് വെളുത്ത ശരീരമായി. വീണ്ടും 1000 വർഷത്തെ ജ്വലനം പൂർത്തീകരിച്ചു, അവന്റെ ശരീരം ചുവന്നുപോയി. വീണ്ടും 1000 വർഷം അവന്റെ ശരീരത്തിൽ ജ്വലനം പൂർത്തിയായി. അത് കറുത്തുപോയി. വഹിയ സൗദാഉൻ മുഗ്ലിമ, ഇരുൾ മുറ്റിയ കറുപ്പിന്റെ അവസ്ഥയിലേക്ക് അത് മാറി എന്നതാണ്. 3000 വർഷമാണ് ജ്വലനം പൂർത്തിയാകേണ്ടത്. അഥവാ 3000 വർഷം എന്ന് പറഞ്ഞാൽ എത്ര നൂറ്റാണ്ട് കഴിയണം? ഒരുപക്ഷെ ഒരു മനുഷ്യന് വലിയ എണ്ണസംഖ്യയിലേക്ക് മാറുമ്പോ അവന്റെ ഡ്യൂറേഷൻ ഒരുപക്ഷെ അവന് ചെറുതായി തോന്നാം. പക്ഷേ പരലോകത്തിൽ 3000 വർഷം എന്ന് പറയുന്നത് പോലും വലുതായി അനുഭവപ്പെടുമ്പോ അതിനേക്കാൾ വലുതിലേക്ക് മാറ്റണമെങ്കിൽ പരലോകത്തിലെ ഒരു ദിവസം എത്രയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. 50,000 സനത്തിൻ മിമ്മാ തഅദ്ദൂൻ, 1000 സനത്തിൻ മിമ്മാ തഅദ്ദൂൻ. 2 ഭാഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. 50,000 സന, 50,000 വർഷമാണ്. പരലോകത്തിലെ 50,000 വർഷമാണ്. പരലോകത്തിലെ ഒരു ദിവസം 50,000 വർഷം. 50,000 ഗുണിക്കണം. കൃത്യമായി മനസ്സിലാകാൻ ഒരു ആവറേജ് കൂട്ടിയാൽ ഒരു 360 ഒരു വർഷം, ഒരു വർഷത്തെ കണക്കാണത്. അങ്ങനെ 3000 കൊണ്ട് വീണ്ടും അതിനെ ഗുണിച്ചാൽ പരലോകത്ത് കിട്ടും 1,85,00,000. 1,85,00,000 ദിവസം കഴിയണം. അഥവാ 700 ചില്ലാനത്തോളം പ്രാവശ്യം ഈ ദുനിയാവിൽ 60 70 ആയുസ്സുള്ള ഒരു മനുഷ്യൻ ജീവിച്ചു മരിക്കണം. 700 തലമുറകൾ ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാലേ പരലോകത്തിലെ ഒരു ശിക്ഷയുടെ ഡ്യൂറേഷൻ പൂർത്തീകരിക്കൂ. ചെവി പിടിച്ചാൽ കിട്ടുന്ന 1 മിനിറ്റ് വേദന പോലെ പരലോകത്തിലെ ശിക്ഷയുടെ ഡ്യൂറേഷൻ പൂർത്തീകരിക്കണമെങ്കിൽ 1,80,00,000 വർഷം കഴിയണം. അല്ലാഹ് ചോദിച്ചു, ഈ ദുനിയാവിലെ 60 വർഷം നിനക്ക് കഴിയാൻ ഞാൻ നൽകിയിട്ട് അത് എന്നെക്കുറിച്ച് ഓർക്കാൻ നിനക്ക് സമയം കിട്ടാതെ പോയാൽ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് എത്തുമ്പോ ചില ഭാഗ്യം ഇല്ലാത്ത ആളുകൾ, ഹതഭാഗ്യരായ ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിയോട് ചോദിച്ചു, ആരാണവർ? അല്ലാഹുവിന്റെ പ്രവാചകൻ വ്യക്തമാക്കി, അവര് വിചാരണക്കെടുക്കാത്തവരാണ്. നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ മത്സരങ്ങളിൽ എലിമിനേഷൻ റൗണ്ട് എന്ന് പറയുന്ന ഒരു റൗണ്ട് ഉണ്ട്. യോഗ്യത നേടണം ആദ്യം. ആ യോഗ്യത നേടിയിട്ടാണ് പിന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്, അഡ്മിഷൻ കിട്ടുന്നത്. 10ാം ക്ലാസ് പാസ്സാകണം +2 അഡ്മിഷൻ കിട്ടാൻ. പക്ഷെ +2 അപേക്ഷ കൊടുത്ത മുഴുവൻ മനുഷ്യന്മാർക്കും കിട്ടൂല. അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് കയറുള്ളൂ. ആദ്യത്തെ ഭാഗം യോഗ്യത നേടുക എന്നതാണ്. പരലോകത്ത് യോഗ്യതയിൽ കിടന്നുരുളുന്ന കുറെ മനുഷ്യരുണ്ട്. എന്താണ് ആ യോഗ്യത? ആ യോഗ്യത സവിസ്തരമായ വിചാരണയ്ക്ക് മുമ്പ് ഉത്തരം പറയുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ഖദമ അബ്ദി ഹത്താ യുസ്അൽ അൻ 5 വ 7. 5 കാര്യങ്ങൾ 7 കാര്യങ്ങൾ എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നാളെ പരലോകത്ത് ഹാജരാകുന്ന സമയത്ത് തന്റെ കാല് അനക്കാൻ പടച്ചോൻ സമ്മതിക്കൂല. ഹത്താ യുസ്അൽ, അവനോട് പരലോകത്ത് വെച്ച് ചോദിക്കും. ആ ചോദ്യം, നീ കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ടായിരുന്നുവോ? ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇവിടുന്ന് പറയുന്ന പോലെ അല്ലല്ലോ പരലോകത്ത് പറയാം.
ആ നമസ്കാരത്തിൽ അവൻ എത്ര ഖുശൂഉണ്ട്, അത് രണ്ടാമത്തെ വിചാരണയാണ്. ആ നമസ്കാരം അവൻ ആളെ കാണിക്കാനാണോ കാണിക്കാതിരിക്കാനാണോ, അത് അടുത്ത വിചാരണയാണ്. അതിന്റെ സവിസ്തരമുള്ള പ്രതിപാദനങ്ങൾ പിന്നെയാണ്. പക്ഷെ ആദ്യത്തെ ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ അവന് കൊടുക്കണം. ആ ചോദ്യമാണ് ഒന്ന്, അവന്റെ ആയുസ്സിനെ കുറിച്ച്. വന്ന ഹദീസുകളിലെ പരാമർശങ്ങളിൽ ഭൂരിഭാഗവും സമയത്തെക്കുറിച്ചും ആയുസ്സിനെ കുറിച്ചാണ്. അവന്റെ ആയുസ് അവൻ കൃത്യമായി ചെലവഴിച്ചോ എന്ന് ചോദിക്കണം, ഉത്തരം പറയണം. രണ്ട്, അവന്റെ യൗവനത്തെക്കുറിച്ച് അവൻ ചോദിക്കണം, ശരിയായി വിനിയോഗിച്ചിട്ടുണ്ടോ എന്നത് പരലോകത്ത് ചോദിക്കും. അതെന്താണ്? ആയുസ്സിന്റെ കൂടി ഭാഗമാണ്. അവന്റെ ആരോഗ്യത്തെക്കുറിച്ച് അവന് ചോദിക്കും. ആ ആരോഗ്യം അവന്റെ ജീവന്റെ ഭാഗമാണ്, അവന്റെ ആയുസ്സിന്റെ ഭാഗമാണ്. ആരോഗ്യവും യൗവനവും സമയവും അവന്റെ ആയുസ്സിന്റെ ഭാഗമായി വരുന്നതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ മറുപടി പറയാതെ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ്. ഞാനും നിങ്ങളും ഈ ചോദ്യത്തിന് ഉത്തരം ശരിയായി നിർവഹിക്കാൻ കഴിയുന്നവരാണോ? ഒരു ദിവസം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? നമ്മുടെ നമസ്കാരങ്ങൾ എന്റെയും നിങ്ങളുടേതും പെട്ടെന്ന് തീർന്നു പോകുന്നു. എന്തുകൊണ്ട്? ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന സർവാധിനാഥനായ പടച്ചുതമ്പുരാന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുമ്പോ എത്ര പെട്ടെന്ന് നമസ്കരിക്കാൻ കഴിയുന്നുവോ അത്ര പെട്ടെന്ന് നമസ്കരിച്ചു പോകും. എന്തിനാണ്? ഏകാഗ്രത നഷ്ടപ്പെടുമെന്നുള്ള പേടിയൊണ്ടൊന്നുമല്ല, മറിച്ച് ദുനിയാവിന്റെ ഏർപ്പാടിലേക്ക് അവൻ വീണ്ടും തിരിച്ചു നടക്കുകയാണ്. ഒറ്റയ്ക്കിരുന്ന് പടച്ചുതമ്പുരാനോട് നമ്മൾ എത്രയാണ് പ്രാർത്ഥിച്ചത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ ഒരു 10 മിനിറ്റ് വെറുതെ കളഞ്ഞു എന്ന് വിചാരിക്കുക. വെറുതെ കളഞ്ഞു എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് അവന്റെ ആയുസ്സിൽ നിന്ന് പോയി. എന്റെയും നിങ്ങളുടെയും ആയുസ്സിൽ നിന്ന് ഒരു ദിവസം 10 മിനിറ്റ് വെറുതെ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ട് എന്നല്ലാതെ എന്താ നമുക്ക് പറയാൻ കഴിയുക? ആ 10 മിനിറ്റ് ഞാൻ നഷ്ടപ്പെടുത്തിയാൽ ഒരാഴ്ച എനിക്ക് 70 മണിക്കൂറാണ്, 70 മിനിറ്റാണ് പോകുന്നത്. അത് നമ്മൾ 30 മിനിറ്റിലേക്ക് കുറക്കുക. അരമണിക്കൂർ. ഒരാഴ്ചയിൽ അരമണിക്കൂർ. ഒരാഴ്ചയിൽ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 4 മണിക്കൂർ. ഒരു മാസത്തിൽ 4 മണിക്കൂറായാൽ ഒരു വർഷത്തിൽ 48. 48 എന്ന് പറഞ്ഞാൽ 2 ദിവസം. ഒരു വർഷത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് 2 ദിവസം. ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത 2 ദിവസം. 10 മിനിറ്റ് വെറുതെ പോയാൽ പരലോകത്ത് ഹാജരാകുമ്പോ 60 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും ചുരുങ്ങിയത് 30 വർഷമെങ്കിലും അവന്റെ ജീവിതത്തിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു കാലം ഉണ്ടാവും. ശൈശവം, ബാല്യം, ഉറക്കം ഇതൊക്കെ ഒഴിവാക്കിയാൽ, ഹലാലായ കുറെ സമയമൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ഒഴിവാക്കിയാൽ ഒരു 30 വർഷം നമ്മൾ നിന്നെടുക്കാം. 30 വർഷം എടുത്താൽ എത്രയായി? ഒരു വർഷമാണെങ്കിൽ 2 ദിവസമാണ്. 30 ആകുമ്പോ 60 ആണ് എന്ന് പറഞ്ഞാൽ 2 മാസമാണ്. 60 വയസ്സ് മബൈന 60 വസബഈൻ. എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 60നും 70നും ഇടക്കാണെന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു. ഈ 60നും 70നും ഇടക്കുള്ള 60 വയസ്സുള്ള ഒരു മനുഷ്യന് പരലോകത്ത് ഹാജരാകുമ്പോ 2 മാസത്തെ കണക്കവന് പറയണം. എന്തിന്? 10 മിനിറ്റ് പോയതിന്. കൂട്ടരെ, 2 മാസം തരാം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എത്ര കോടി റുപ്യ കൊടുക്കും? ഇപ്പോ വെന്റിലേറ്ററിലേക്ക് മാറ്റി, അഥവാ മരിച്ചു എന്നർത്ഥം. പക്ഷേ ഒരു 2 മാസം കൂടെ എന്റെ കയ്യിൽ ചെറിയൊരു പാർട്ട് കൂടിയുണ്ട്, പക്ഷേ 6 കോടി റുപ്യ തരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കൂലേ? ഏതെങ്കിലും ചില ചാരിറ്റിക്കാരുടെ അടുക്കൽ പോയിട്ട് കുറച്ചെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കൂലേ? 2 മാസം കിട്ടില്ലേ? ഇവിടെയാണ് എന്റെ ആയുസ്സിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. നമ്മുടെയൊക്കെ നെഞ്ചിന്റെ അടുക്കൽ കൈ ഇങ്ങനെ വെച്ചിട്ട് നോക്കുക. ഹൃദയത്തിന്റെ ഓരോ മിടിപ്പ്, ഓരോ ശ്വാസം എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ അനുഭവപ്പെടും. ഈ ശ്വാസോച്ഛ്വാസങ്ങൾ നമ്മളോട് പറയും, തീർന്നു കഴിഞ്ഞിട്ടുണ്ട്, തീർന്നു കഴിഞ്ഞിട്ടുണ്ട്, തീർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നത്. മുകളിലേക്ക് വലിക്കുന്ന ശ്വാസം താഴേക്ക് പോയില്ലെങ്കിൽ ഈ ദുനിയാവ് കഴിഞ്ഞു. ഈ ദുനിയാവ് കഴിഞ്ഞാൽ മറ്റൊരു ലോകമാണ്, പരലോകമാണ്.
ആ പരലോകത്താണ് ഞാനും നിങ്ങളും സമയം എന്ന് പറയുന്ന ഏറ്റവും അമൂല്യമായ ഒരു നിധിയെക്കുറിച്ച് അള്ളാഹുവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടത്. ആ കണക്കിൽ ഒരു ദിവസം വിശുദ്ധ ഖുർആനൊന്ന് ഓതാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഒരു പേജ് പോട്ടെ, ഒരു 2 ആയത്ത് ഇരുന്നൊന്ന് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു ഫർള് നമസ്കാരം കഴിഞ്ഞ് സുന്നത്ത് ഏതെങ്കിലും ഒന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, പടച്ചവനോട് ആത്മാർത്ഥമായി പടച്ചവനെ എന്നൊന്ന് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം നഷ്ടമാവുകയാണ്. മനിസ്തവായ ഉമാഹു ഫഹുവ മഗ്ബൂനുൻ എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരാളുടെ 2 ദിവസം ഒരേപോലെയാണെങ്കിൽ അവനവന്റെ ജീവിതത്തിൽ തോറ്റുപോയി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓട്ടം നിൽക്കുന്ന, ഈ ഓട്ടം അവസാനിക്കുന്ന ഒരു സന്ദർഭം എനിക്കും നിങ്ങൾക്കുമൊക്കെ ദുനിയാവിൽ വരാനുണ്ട്. അത് വരുന്നതിന് മുമ്പ് പടച്ചവൻ നൽകിയിട്ടുള്ള സമയത്തെക്കുറിച്ച് ആലോചിക്കുകയും പടച്ചതമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സമയബോധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് അബൂദറുൽ ഗിഫാരിയുടെ റിപ്പോർട്ടിനെ അവലംബിച്ചുകൊണ്ട് ഇമാം ഗസാലി റഹ്മഹുല്ലാഹ് പറഞ്ഞത്, നിന്റെ സമയത്തെ നീ ഒന്ന് 3 ഭാഗമാക്കി മാറ്റണം. അതിലെ ഒരു ഭാഗം ലിൽ ആഖിറ, പരലോകത്തിനു വേണ്ടി കൊടുക്കണം. മറ്റൊരു ഭാഗം ലി ഹയാത്തി ദുനിയ അല്ലെങ്കിൽ ലിസാദിൽ ആഖിറ, ഈ ദുനിയാവിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിനക്ക് അനുവദനീയമായതാണ്, അതിനുവേണ്ടി നീ കൊടുക്കണം. മൂന്നാമത്തേത് ലിഖുവത്തിൽ ഖൽബി വൻ നഫ്സി, നിന്റെ ഹൃദയത്തിനും നിന്റെ മനസ്സിനുമുള്ള ശക്തിക്ക് വേണ്ടി നീ കൊടുക്കണം. അഥവാ സന്തോഷിക്കാനും ആനന്ദിക്കാനും ഹലാലായ മാർഗങ്ങളിലൂടെ പ്രവേശിക്കാനും കുടുംബങ്ങളോടൊത്ത് വർത്തമാനങ്ങൾ പറയാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നിന്റെ ഹൃദയത്തിനൊരു സമാധാനവും ആശ്വാസവും കിട്ടാൻ ദീൻ അനുവദിച്ച ചില കാര്യങ്ങൾക്കും നീ ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കുമ്പോൾ നാളെ പരലോകത്ത് ഹാജരാകാൻ, ഏറ്റവും നല്ല മനുഷ്യരായി പരലോകത്ത് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. ആ സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് എന്ന് ഏറ്റവും ആത്മാർത്ഥമായി മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ് 2 ദിവസം മാത്രം പിന്നിട്ടിട്ടുള്ള പുതിയ വർഷം എന്ന നിലയ്ക്ക് ഈ ഘട്ടം. പുതിയ പ്രതിജ്ഞകളെടുത്ത് അള്ളാഹുവിന്റെ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും പൂർത്തീകരിക്കുന്ന സത്യവിശ്വാസികളായി മരണപ്പെട്ടു പോകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. سبحانك رب العزة أما يصفون وسلام على المرسلين.